എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ മമ്മൂട്ടി, സിനിമാ താരമായ മമ്മൂട്ടി ഒരു മാർക്സിസ്റ്റ് സഹയാത്രികനാണ് എന്നാണ് നമ്മൾ മലയാളികളുടെ ഒരു ധാരണ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹമാണ് കൈരളി ടി വിയുടെ ഒരു പ്രധാനി. അല്ലാതെ അദ്ദേഹം നമ്മളോട് അങ്ങനെ പറഞ്ഞിട്ടല്ല, എന്നാലും പൊതുവേ ഉള്ള ഒരു ധാരണ വെച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ചില മാർക്സിസ്റ്റ് പ്രവർത്തകർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്ധരായ ഭക്തർ അദ്ദേഹത്തിനെതിരെ ചില വാചകങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി നിറയ്ക്കുന്നത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. പാർട്ടിയെ തൊട്ട് കളിക്കാറായോടോ മമ്മൂട്ടി, നിൻ്റെ അടുത്ത് ആരും നിൽക്കാൻ പാടില്ലേ, നീ ആരാ? ഷാൻ എന്നൊരു ഭക്തൻ, അത് ഞാൻ പേര് കൃത്യമായിട്ട് പറയുന്നില്ല, കാരണം പേരുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല, എല്ലാവരും ഭക്തരാണ്. അദ്ദേഹം ഇങ്ങനെയാണ് അലറിയത്: എടാ കോപ്പേ, നിന്നേക്കാൾ എത്രയോ മുകളിലാണ് സഖാവ് റഫീഖ്. CPM-ൻ്റെ കരിക്കുഴം ഘടകം കൃത്യമായി ഒരു കാര്യം പറഞ്ഞു: മമ്മൂട്ടി ആയാലും മൈ ലാട്ടി ആയാലും പാർട്ടിയെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും. പാർട്ടിക്ക് മുകളിലല്ല ഒരു മൈ മോനും. മനസ്സിലായോ? മെഹറൂഫ് എന്ന ഭക്തൻ ഇങ്ങനെ മൊഴിഞ്ഞു: നീ ഏതാടാ? വയനാട്ടിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയോട് മാറാൻ പറയാൻ നീ ആരാ? അതൊക്കെ അങ്ങ് സിനിമയിൽ മതി കേട്ടോടാ ഊളെ. സത്യത്തിൽ എല്ലാവർക്കും ഒരു അത്ഭുതം ഉണ്ടാവും. കാരണം ഒരു ദാസനും വിജയനും പോലെ പിണറായി വിജയൻ സഖാവുമായി ബന്ധമുള്ള ഒരാളെ പൊടുന്നനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നിരാശാഭരിതരാണ് ഈ സഖാക്കൾ എന്ന് മനസ്സിലായി. ഈ നിരാശാഭരിതരായ സഖാക്കളുടെ അംഗമൊക്കെ എവിടെയാണ് നടക്കുന്നത്? മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പേജിൽ 3 ദിവസം മുമ്പ് മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് വാളിൽ കലാഭവൻ മണിയെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ഫോട്ടോ ഇട്ടു. എന്നിട്ട് ഒറ്റ വരി എഴുതി, ഒറ്റ വാക്ക്: ഓർമ്മപ്പൂക്കൾ. ഇത് കണ്ടാൽ സാധാരണ ജനങ്ങൾ എന്താണ് ധരിക്കുക? കലാഭവൻ മണി എന്ന അകാലത്തിൽ മൺമറഞ്ഞു പോയ ആ കലാകാരനെ അദ്ദേഹം ഇപ്പോഴും സ്മരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ കലാഭവൻ മണി എന്ന് പറഞ്ഞ വ്യക്തി മമ്മൂട്ടിയുടെ ജീവിതത്തിൽ അങ്ങനെ വലിയ റോളൊന്നുള്ള ആളല്ല. എന്നിട്ട് പോലും കലാഭവൻ മണിയെ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്നു, ഓർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ മനസ്സിലായത്. സ്വന്തം തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന സാധാരണക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുക. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ആളുകൾ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. ജാതിക്ക് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യർ, മതത്തിന് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യർ, പാർട്ടിക്ക് വേണ്ടി ചിന്തിക്കുന്ന മനുഷ്യർ, അടിമത്തം ചോദിച്ചു വാങ്ങി അടിമയായി കഴിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇപ്പോൾ സമൂഹത്തിൽ കൂടുതൽ. അതിലേറ്റവും കൂടുതൽ വിശ്വാസികളുള്ള പ്രസ്ഥാനമാണ്, അതായത് അടിമകളെപ്പോലെ ആളുകൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം, നേതാക്കളെ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM. ഹരാരിയെ പോലുള്ള ചരിത്ര പണ്ഡിതർ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് ഒരു സെക്കുലർ മതമാണ് എന്ന്. ഒരു പ്രത്യേക മതമാണ്, സെക്കുലർ മതേതരമായ ഒരു മതമാണ്. ഒരു വിശ്വാസി അയാൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ അടിമയായി എങ്ങനെ മാറുന്നു, അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് അയാളുടെ പാർട്ടിയോട് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോട് അടിമപ്പെടുന്നു. ഈ പാർട്ടി മതഭക്തരെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ, കലാഭവൻ മണിയെ പറ്റിയുള്ള പോസ്റ്റ് കണ്ടപ്പോൾ പോലും അവർക്ക് ഓർമ്മ വന്നത് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് മമ്മൂട്ടി വയനാട്ടിൽ പോയ കാര്യമാണ്. അദ്ദേഹം അവിടെ ദുരന്തബാധിതർക്കായി പണിത് നൽകിയ ആ വീടുകൾ കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി. അപ്പോൾ ആ ഏരിയയിലുള്ള പാർട്ടിയുടെ ഒരു സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. പുള്ളി ചെല്ലുന്നിടത്തൊക്കെ അങ്ങോട്ട് മാറിക്കും ഇങ്ങോട്ട് മാറിക്കുന്നൊക്കെ പറഞ്ഞ് വലിയ റോളായിരുന്നു ആ പാർട്ടി സെക്രട്ടറി. അദ്ദേഹം ആ പാർട്ടി സെക്രട്ടറിയുടെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കണം എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഇമേജ് ഉണ്ടാക്കണം, ഒപ്പം തന്നെ പാർട്ടിക്ക് ഒരു ഇമേജ് ഉണ്ടാക്കണം. കാരണം പാർട്ടിക്ക് വേണ്ടിയാണ് അവർ സ്വയം സമർപ്പിച്ചിട്ടുള്ള ആളുകളാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, മമ്മൂട്ടി വന്നിട്ടുള്ളത് ഞങ്ങൾ വിളിച്ചിട്ട് വന്നിട്ടുള്ളതാണ്, ഞങ്ങളാണ് ഈ വീടുകളെല്ലാം പണിത് കയറ്റിയിട്ടുള്ളത്, അത് ഞങ്ങളുടെ ചിലവിൽ ഞങ്ങൾ ചെയ്ത കാര്യമാണത്. പണ്ട് വടക്കൻ കേരളം ഭരിച്ചിരുന്ന തസ്കര രാജവംശം, ആ രാജവംശത്തിലെ 79 വയസ്സ് കഴിഞ്ഞ ഒരു തമ്പുരാനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ചരിത്രാതീത കാലം മുതലേ ദാനധർമ്മങ്ങൾക്ക് പ്രശസ്തമായിരുന്നു. വാരിക്കോരി ദൂർത്തടിച്ചാലും തീരാത്ത സ്വത്ത്. വയനാട് ദുരന്തം നടന്ന് കുറേ പാവങ്ങൾ യാതൊരു ഗതിയില്ലാതെ നിൽക്കുകയെന്ന് കണ്ടപ്പോൾ ഈ തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ നിലവിറ തുറന്ന് ഒരു 793 കോടി രൂപയെടുത്ത് ഈ പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ പോയി ആ പാവങ്ങൾക്ക് ആവശ്യമുള്ള വീടുകൾ പണിത് കൊടുക്കുക. അങ്ങനെ പണിതതാണ് ഈ
178 വീടുകൾ ഇനിയും ബാക്കി പണിയാനുണ്ട്. സ്വാഭാവികമായും കേരളം ഭരിക്കുന്ന ആ തമ്പുരാനെയും ഭക്തനായ ആ പാർട്ടി സെക്രട്ടറിയെയും മമ്മൂട്ടി പുകഴ്ത്തേണ്ടതാണല്ലോ. എന്നാൽ ഈ മമ്മൂട്ടിക്ക് എന്തോ ഒരു വല്ലായിക. ഇവൻ എന്തിനാണ് നമ്മുടെ കൂടെ ഇങ്ങനെ എപ്പോഴെപ്പോഴും നടക്കുന്നത്? എൻ്റെ കൂടെ നടന്ന് എൻ്റെ പ്രശസ്തി ഉപയോഗിച്ച് വലിയ ആളാവാനാണോ അവൻ്റെ ഉദ്ദേശം? ഇവനെ വളരാൻ വിട്ടുകൂടാ. മമ്മൂട്ടി ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു, നീ എന്തിനാ എൻ്റെ ഒപ്പം നടക്കുന്നത്? ഇവിടെ ആളുകൾക്ക് തോന്നും നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ ഞാൻ വന്നതാണ് എന്ന് തോന്നും. മമ്മൂട്ടി സത്യം പറഞ്ഞ രഹസ്യമായാണ് അത് പറഞ്ഞതെങ്കിലും ഇക്കാലത്തെ റെക്കോർഡിംഗ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല. തൊട്ടടുത്തുള്ള മൊബൈൽ ക്യാമറകൾ ശബ്ദമടക്കം എല്ലാം ഒപ്പിയെടുത്തു. ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു. പാർട്ടി സെക്രട്ടറി പാർട്ടിയും മൊത്തം നാറിയെന്ന് പറയാൻ പാടുമോ എന്നറിയില്ല, പക്ഷേ വ്യക്തിയല്ലല്ലോ, അവരുദ്ദേശിച്ച കാര്യം മൊത്തം നാശകോശമായി. നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് കേരളം ഭരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് തമ്പുരാൻ പാവപ്പെട്ട തൊഴിലാളികളോട് പെരുമാറാറുള്ളത്. അത് ഇതിലും മോശമാണ്. ഒരു മൈക്ക് കേടായതിൻ്റെ പേരിൽ ഒരു ഓപ്പറേഷൻ തൊഴിലാളിയെ ഈ തമ്പുരാൻ വഴക്കൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതല്ല സംഭവം. ഇത് ഈ സെക്രട്ടറി ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയുടെ കയ്യിൽ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. മമ്മൂട്ടി പക്ഷേ ഇത്രയ്ക്കേ ചെയ്തുള്ളൂ. ഇങ്ങനെ അപമാനിച്ച് ഉള്ളൂ എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ദൈവമായ പിണറായി വിജയൻ്റെ പേരിൽ അവർ ക്ഷമിക്കുമായിരുന്നു. കാരണം വിജയനും ദാസനും പോലെയാണല്ലോ ഇവർ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ സഹിക്കാമായിരുന്നു. എന്നാൽ സഹിക്കാൻ പറ്റാത്ത ഒരു സീൻ ആക്ച്വലി മമ്മൂട്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിനോട് ഈ വീടുകളെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സത്യം പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തകനും സഹിക്കാൻ പറ്റാത്തതാണ്, അൺസഹിക്കബിൾ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദുരന്തബാധിതർക്കുള്ള വീടുണ്ടാവാൻ കാരണം കേരളത്തിലെ ഏറ്റവും നല്ല മനസ്സുകൾ കൈ അയച്ച് സംഭാവന ചെയ്തതുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഇതെങ്ങനെ ഒരു പിണറായി ഭക്തൻ സഹിക്കും? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സഹിക്കും? ലോകസഭാ ഇലക്ഷനിൽ തോറ്റ്, പഞ്ചായത്ത് ഇലക്ഷനിൽ തോറ്റ് ഷെയ്യും അടിച്ച് നിൽക്കുന്ന അവരുടെ ആ പാർട്ടിക്ക് ആകെ പ്രതീക്ഷ ഈ വീടുകളാണ്. എല്ലാ വർഷവും ഓരോ ദുരന്തങ്ങൾ വന്ന് ജനങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകണം. അപ്പം മാത്രമേ രക്ഷകരായി നമുക്ക് അവതരിക്കാൻ കഴിയൂ എന്ന് കരുതി ദുരന്തങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു പാർട്ടി. ജനങ്ങളെ പറ്റിയുള്ള അവരുടെ ധാരണ തന്നെ ഭയങ്കര തമാശയാണ്. ജനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നും സംരക്ഷിക്കേണ്ട പരാശ്രയ ജീവികളാണ്, ഞങ്ങളാണ് രക്ഷകർ. അങ്ങനെ രക്ഷകഭാവം പൂണ്ടു നിൽക്കുന്ന ഒരു പാർട്ടി. ഞങ്ങൾ യുക്തിവാദികൾ ദൈവത്തെ കളിയാക്കി പറയും, സുഖപ്പെടുത്താനായി മുറിപ്പെടുത്തുന്ന ദൈവം. അതുപോലെ CPM. അപ്പം മമ്മൂട്ടി പറഞ്ഞ സത്യം എങ്ങനെയാണ് പാർട്ടിയുടെ മതഭക്ത സംഘം എങ്ങനെ അവർ സഹിക്കും? സത്യം പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു കാലത്തും പാർട്ടിക്ക് സഹിക്കില്ല. കുരിശ് കണ്ട ഭൂതത്തെ പോലെയാണ് സത്യം കണ്ട CPM. അവർക്ക് മമ്മൂട്ടിയോട് പ്രതികാരം ചെയ്യണം. എന്തു ചെയ്യും? നേരിട്ട്, അതായത് പണ്ടത്തെ പോലെ മേലനങ്ങാനൊന്നും വയ്യ. 10 വർഷത്തെ OCD സത്യം പറഞ്ഞാൽ മേധസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ചെയ്യാവുന്ന കാര്യമാണ് ഫേസ്ബുക്ക് എടുക്കുക, മമ്മൂട്ടിയുടെ പേര് സെർച്ച് ചെയ്യുക, അപ്പം കാണുന്ന ഏത് പോസ്റ്റാണോ ആ പോസ്റ്റിൻ്റെ അടിയിൽ വിദ്വേഷ കമൻറ്റുകൾ ഇടുക. അവർ കണ്ടത് അപ്പം ഇട്ട പോസ്റ്റ് കലാഭവൻ മണിയുടെയാണ്. ഈ ഭക്തസഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഏത് കലാഭവൻ മണി, എന്ത് കലാഭവൻ മണി? മമ്മൂട്ടിയെ എങ്ങനെയെങ്കിലും അധിക്ഷേപിക്കണം, അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. കലാഭവൻ മണി എങ്കിൽ കലാഭവൻ മണി എന്ന അതിൻ്റെ അടിയിലാവട്ടെ ഇന്നത്തെ ഫ്രസ്ട്രേഷൻ മുഴുവൻ എന്നവർ കരുതി പണി തുടങ്ങി. സൈബർ കടന്നൽ ആക്രമണം മമ്മൂട്ടിയുടെ വാളിൻ്റെ താഴെ. വേറൊരു ഭക്തൻ ഒരു മുന്നറിയിപ്പാണ് കൊടുത്തത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ അപമാനിക്കാൻ നോക്കിയാൽ ഏത് പൊന്ന് തമ്പുരാൻ ആയാലും മറുപടി കൊടുക്കും. ഇതിനിടയിൽ ഒരു വക്കീൽ പരീക്ഷയൊക്കെ പാസ്സായ ആളാണ്. ആ ഭക്തൻ ഇങ്ങനെ പറയണം, എടാ കോപ്പേ മഹാനട, നിന്നേക്കാളും മുകളിലാണടാ CPM ജില്ലാ സെക്രട്ടറി, ഒന്ന് പോടാ കുട്ടിശങ്കര, തന്നെ ഇന്നു മുതൽ വെറുക്കുകയാണ് ഞാൻ. എന്നാൽ പാർക്കിലുള്ള ഒരു സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ എന്താണ് പാർട്ടി എന്ന് അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകൻ, ഒരു പാർട്ടി ഭക്തൻ എങ്ങനെയാണ് പാർട്ടിയെ കാണുന്നത് എന്ന് അദ്ദേഹം വ്യക്തമായി വെളിപ്പെടുത്തി തന്നു. പുള്ളി പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം എന്താണ്? ആദ്യം പാർട്ടി സെക്രട്ടറി, രണ്ടാമതോ അതും പാർട്ടി സെക്രട്ടറി, മൂന്നാമതോ അതും പാർട്ടി സെക്രട്ടറി, എൻഡ് ഓഫ് ദി യൂണിവേഴ്സ് അത് പാർട്ടി സെക്രട്ടറി, മൾട്ടി യൂണിവേഴ്സ് അതും പാർട്ടി സെക്രട്ടറി, മൾട്ടി
ടു ഇൻഫിനിറ്റി അതൊക്കെ പാർട്ടി സെക്രട്ടറിയാണ്, എല്ലാം പാർട്ടി തന്നെ. അപ്പം മമ്മൂക്കയോ, മമ്മൂക്ക എന്ന് വിളിച്ച നാവ് കൊണ്ട് മൈ എന്ന് വിളിക്കാൻ അറിയാം, ചിലയ്ക്കാണ്ട് മാറി നിൽക്കട എന്നാണ് പറയുന്നത്. വേറൊരു ഭക്തൻ തൻ്റെ രോഷം ഇങ്ങനെ പ്രകടിപ്പിച്ചു: ഈ ഡാഷിന് സർക്കാർ ഒരു വേദിയും കൊടുക്കരുത്, ഇത്രയ്ക്ക് അഹങ്കാരമുള്ളവനാണ് അവൻ. വയനാട്ടിൽ ദുരന്തമുണ്ടായ നിമിഷം മുതൽ ഊണും ഉറക്കവുമില്ലാതെ പാവങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന ചെറുപ്പക്കാരനെ പത്രക്കാരുടെ മുന്നിൽ വെച്ച് അവഹേളിച്ച ചെറ്റയാണ് ഇയാൾ. ഇതിനിടയിൽ ഒരു കൃത്യമായി ഒരാൾ ഒരു കാര്യം എഴുതി: പാർട്ടി സെക്രട്ടറി അവിടെ നെഞ്ചും വിരിച്ച് നിൽക്കാൻ കാരണമായുള്ള പാർട്ടിയാണ്. ആ വീടുകളൊക്കെ ആ പാർട്ടിയാണ് ജനങ്ങൾക്ക് നൽകിയത്, താങ്കൾ ഒരു കാണി മാത്രം. അത് കഴിഞ്ഞേ ഉള്ളൂ ഏത് മഹാനടനായാലും. മറ്റൊരു അറബി പേരുകാരൻ ഇങ്ങനെയാണ് കുറിച്ചത്: സിനിമയിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് 4 ഡയലോഗ് പറയും പോലെ അല്ല ജനങ്ങൾക്കറിയാം CPM വയനാട് ജില്ലാ സെക്രട്ടറിയെ പറ്റി. നാടിന് ഒരാപത്ത് വന്നപ്പോൾ കൂടെ നിന്നവൻ, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന പാർട്ടി സെക്രട്ടറിയോടൊപ്പം നിൽക്കാൻ അഹങ്കാരിയായി ഈ പടുക്കിളവന് എന്ത് യോഗ്യതയാണുള്ളത്? ഇതിങ്ങനെ വായിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്തായാലും നിറവേറി കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഒന്ന്, അവർക്ക് കിടന്ന് ഉറങ്ങണം, എന്തെങ്കിലും മമ്മൂട്ടിയെ വിളിച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ അത് അവരുടെ കാര്യം നടന്നു. രണ്ടാമത്, മമ്മൂട്ടിയും ഈ സൈബർ ആക്രമണത്തിൽ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ധാരണ. അദ്ദേഹം ഒടുവിൽ പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് സമാധാനിപ്പിച്ചു. ബൈ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അതങ്ങനെ പറയുക എന്ന് പറയുന്നത് ഒരു മമ്മൂട്ടിയുടെ ഒരു മാനവികതയാണ്. മമ്മൂട്ടിയല്ല, നമ്മളും അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ ഒരു മോശം അയാൾക്ക് ഉണ്ടായി എന്ന് വെച്ചാൽ നമ്മളങ്ങനെ പറയേണ്ടത് തന്നെയാണ്. അതൊരു മാനവികതയുടെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് മൈക്ക് സെറ്റ് കേടായതിനൊരു പാവം തൊഴിലാളിയെ വഴക്ക് കൂടിയ ആ കേരളത്തിലെ തമ്പുരാനുമായാണ് അദ്ദേഹത്തെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അയാൾ ഈ തൊഴിലാളിയെ വിളിച്ച് ഇതുപോലെ സമാധാനിപ്പിച്ചതായി നമ്മൾ ഒരു രേഖയിലും കാണുന്നില്ല. പാർട്ടി ക്ലാസ്സുകളിൽ പോയിട്ടില്ലെങ്കിലും മമ്മൂട്ടി എന്ന മനുഷ്യൻ തമ്മിൽ ഭേദമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അഹങ്കാരം, അതായത് പാർട്ടി 10 വർഷമായിട്ട് ഇവിടെ ഭരിക്കുന്നു, ഞങ്ങളാണ് എല്ലാം നിശ്ചയിക്കുന്നത്, ഞങ്ങൾക്ക് വേറെ നിയമമാണ്, ഞങ്ങൾക്ക് കുറേ പ്രിവിലേജ് ഉണ്ട് എന്ന് കരുതി ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു എന്താ പറയുക അഹങ്കാരം കണ്ട് ബോറടിച്ച എത്ര ആളുകളുണ്ടാവും? എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ട്. ഇതുപോലെ കേരളത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾക്കും ബോറടിക്കുകയാണെങ്കിൽ ഇവർ 5 വർഷം മിനിമം പ്രതിപക്ഷത്തിരുത്തി ശിക്ഷിക്കാൻ കഴിയും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് ഈ ഇലക്ഷനിൽ സംഭവിക്കും. അത് സംഭവിച്ചില്ലെങ്കിൽ കേരളത്തിന് തന്നെ വളരെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് ഇപ്പോൾ മുൻകൂട്ടി കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. നന്ദി, നമസ്കാരം.